ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ മിഥുന രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്, അഥവാ മിഥുന കൂറുകാർക്കുള്ള ഫലം. മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പുണർദൗത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന മിഥുന രാശിക്കാർക്ക് ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ, 4-ൽ കേതു, അഷ്ടമത്തിൽ 8-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 9-ൽ ശനി, 10-ൽ രാഹു ശുക്രൻ, 12-ൽ വ്യാഴം. ഇപ്പോൾ ഇവിടെ ചാരവസാൽ നോക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ അധികം അനുകൂലമല്ല എന്നുള്ളതിന് പറയാം. അതായത് ശനി മാത്രമേ 9-ൽ നിൽക്കുന്നുള്ളൂ. അഷ്ടമത്തിൽ ബുധൻ അനുകൂലമാണ്, സൂര്യൻ അനുകൂലമല്ല. 10-ൽ രാഹു, 4-ൽ കേതു അനുകൂലമല്ല എന്ന് തന്നെ പറയാം. 12-ൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അനുകൂലമല്ല വ്യാഴം. 12-ൽ വ്യയങ്ങൾ പോലും കണ്ടമാനം എന്ന് വെച്ച് പറഞ്ഞാൽ അധിക ചെലവ്, ഇഷ്ടംമാതിരി ചെലവുകൾ വരുവാനും വരുമാന വർധനവില്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ശരിക്കുള്ള സാരം എന്ന് പറയുന്നത്. അധിക ചെലവ് വെച്ച് പറഞ്ഞാൽ നമ്മൾക്ക് വരുമാന മാർഗം സ്തംഭനാവസ്ഥയിൽ നിൽക്കുക, അല്ലെങ്കിൽ സ്തംഭിച്ച മാതിരി നിൽക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് വർക്ക്, ഒരു സ്റ്റോർ റൂം അല്ലെങ്കിൽ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിക്ക്, നന്നായി കച്ചവടമുള്ള ഒരു വ്യക്തിക്ക് ആ കച്ചവടം അങ്ങനെ പകുതിക്ക് മേലെ കുറഞ്ഞു പോവുക എന്നുള്ളൊരവസ്ഥയാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ വരുമാനം കുറഞ്ഞു. ചിലവാണെങ്കിലോ ഇഷ്ടംമാതിരി തിരക്കുള്ള സമയത്തുള്ള വർധനവിനുള്ള ചെലവിനനുസരിച്ചുള്ള ചെലവ്. അതായത് ഒരു മാസത്തിൽ 1,00,000 റുപ്യ വരുമാനമായിട്ടുള്ള ഒരു വ്യക്തിക്ക് 25,000 രൂപ പോലും ഒരു മാസത്തിൽ വരുമാനമില്ല. പക്ഷേ ചിലവാണെങ്കിലോ 1,00,000-ൽ പരം ചിലവ് ഏതെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. ജന്മത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ ദോഷകരമാണ്. ജന്മത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ തലയ്ക്ക് സംബന്ധമായിട്ടുള്ള, രക്തസംബന്ധമായിട്ടുള്ള, തലവേദന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഞരമ്പ്, തല ഓട്ടികളിലുള്ള ഞരമ്പുകൾക്കെല്ലാം പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യത, പ്രഷർ കൂടുവാനുള്ള സാധ്യത, രക്തദൂഷ്യ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത, ഇതെല്ലാം വളരെ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമാണ് എന്നുള്ള പറയുന്നത്. 12-ൽ വ്യാഴം നിൽക്കുന്ന കാരണം എങ്ങനെയാണ് ഇവരെ കൊണ്ട് ചെലവഴിപ്പിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് 12-ലെ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ചിലവ് വരും എന്നാണ് പറയുന്നത്. ചിലവ്, അനാവശ്യ ചിലവ് വരും, അല്ലെങ്കിൽ വരുത്തും അവരേറ്റിന്. 2-ാം ഭാവത്തിൻ്റെ കുടുംബസ്ഥാനാധിപൻ, ധനസ്ഥാനാധിപനും സന്താനകാരകനും സന്താന സ്ഥാനാധിപനും ഒക്കെ ആയിട്ടുള്ള വ്യാഴം 12 നിൽക്കുന്ന കാരണം സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, വരുമാന മാർഗം ഒരു ഭാഗത്ത് നിൽക്കുക, അത് കുടുംബത്തിൽ കലഹം ഉണ്ടാകുക, ഭർത്താക്കന്മാർ ഐക്യതയില്ലായ്മയിരിക്കുക, ബന്ധുസമൂഹങ്ങളായിട്ട് ഐക്യതയില്ലായ്മിക്കുക, അങ്ങനെ കുറേയേറെ ബുദ്ധിമുട്ടുകൾ വന്ന് ചെല്ലുവാനുള്ള സാധ്യതയുണ്ട്. അത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അടവുകളെല്ലാം തെറ്റുക, ലോൺ സംബന്ധമായിട്ടുള്ള ഇഷ്ടമായ ചിലവർക്ക് മൈക്രോ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ലോണുകളുണ്ടാവും, അതെല്ലാം അടവുകൾ തെറ്റി താറുമാറായി കിടക്കുക, കടം ബാധ്യത പെരുകി വരിക, കടബാധ്യതയിൽ നിന്നും കരകയറാതെ വിഷമിച്ച് നിൽക്കുക. ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഇവിടെ ഈ രാശിയിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് കഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉഭയരാശിയാണ് മിഥുനൻ രാശി. അത് കാരണം കൊണ്ട് സ്ത്രീകൾക്കാണ് കൂടുതലും ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത. അത് കാരണം വളരെ ശ്രദ്ധിക്കണം. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന 6-ാം ഭാവാധിപനും കൂടി ആയിട്ടുള്ള ചൊവ്വയാണ് ജന്മത്തിൽ നിൽക്കുന്നത്. അത് കാരണം കടംകാരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൂടാതെ സ്വന്തം കൂടപ്പിറപ്പുകളെ ഉപദ്രവിക്കാൻ വരുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ശത്രുദോഷം വളരെ കഠിനപരമായിട്ടുണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. ശത്രുദോഷത്തിനായിട്ട് പരിഹാരം ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. പേര് ദോഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ട് പോലീസ് കേസുകൾ, അടക്കുകളുടെ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം വളരെ സൂക്ഷിക്കണം. വായന സംബന്ധമായിട്ടും സൂക്ഷിക്കേണ്ട സമയമാണ്. 10-ൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മ സംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും എല്ലാം ഒരു ബുദ്ധിമുട്ട് കാലമാണ് എന്നുള്ളത് പറയുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി നടക്കണം. 9 നിൽക്കുന്ന ശനിനെ കൊണ്ട് 2 മാസമേ ഉള്ളൂ. ശനിനെ കൊണ്ട് ആകാൻ പറ്റുന്നതൊക്കെ അയാൾ ചെയ്യും. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്, ഭാഗ്യസ്ഥാൻ സംബന്ധമായിട്ടുള്ള ഭാഗ്യസ്ഥാൻ നിൽക്കുന്ന കാരണം ഭാഗ്യകടാക്ഷം കൊണ്ട് ചെറിയ തോതിലുള്ള ഇതെല്ലാം വരും. ദൈവാധീനം ഇവിടെ വരുത്തണം എന്നുള്ളത് പറയുന്നത്. ദൈവാധീനം വരുത്തുക എന്ന് വെച്ച് പറഞ്ഞാൽ ഈ നക്ഷത്രപ്പെട്ട ഒരു വ്യക്തി എന്ന് തന്നെയായിരിക്കും. ഒരു തിരുവാതിര നക്ഷത്രം, മകീരത്തിൻ്റെ പകുതിയും പോയി, പുണർത്തിൻ്റെ കാലും പോയി, ഒരു തിരുവാതിര നക്ഷത്രം അല്ലെങ്കിൽ പുണർ നക്ഷത്രം എടുക്കുക. ഈ ഒരു വ്യക്തി, മകീര നക്ഷത്ര വ്യക്തി, മിഥുനരാശിപ്പെട്ട വ്യക്തി വന്നിട്ട് അമ്പലങ്ങളിൽ പുകാറുണ്ടെങ്കിൽ, അത് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോകണം എന്നുള്ള പറയുന്നത്. അത് ഒരു അമ്പലത്തിലാണോ ഇല്ല 4 അമ്പലത്തിലാണെങ്കിലോ
അതിൽ നിന്ന് മുടക്കം വന്നു കഴിഞ്ഞു പറഞ്ഞാൽ അമ്പലത്തിനെ കണ്ടുപിടിച്ച് പോയി തൊഴുതുക. ധർമ്മദൈവങ്ങളിനെ വിളക്ക് വെച്ച് ഇരിക്കുകയാണെങ്കിൽ അത് പ്രാർത്ഥിച്ച് വരിക. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഭഗവാന് വഴിപാട് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു വരിക എന്നൊക്കെയുള്ള വഴിപാടുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വല്ലതുണ്ടെങ്കിൽ അപ്പോൾ ഭാഗ്യം തെളിഞ്ഞ് വരുന്ന പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യവശാൽ ഉള്ള കാലങ്ങളുടെ മുകളിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ദേഹസംബന്ധമായിട്ട് പൊതുവെ അരിഷ്ടതകളുണ്ടാവും. തൊണ്ടവേദന, ജലദോഷം ഇവരുടെ കൂടെ പിറപ്പാണ് എന്നുള്ളത് അറിയാം. എന്നിരുന്നാലും ജലദോഷം തീർച്ചയായിട്ടും ഉണ്ടാവും. ജലദോഷം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്ന് പറയുന്നത്. ബുദ്ധി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അബദ്ധങ്ങൾ പറ്റുവാൻ സാധ്യത. അത് കാരണം ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കുറച്ച് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യണമെങ്കിൽ. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാണുന്നത്. ഉദ്ദിഷ്ട കാര്യം നടക്കാൻ വേണ്ടി പരിഹാരങ്ങൾ ഒരുപാട് ചെയ്യേണ്ടി വരും. വ്യാഴപ്രീതി വരുത്തുക എന്നുള്ളതാണ് പറഞ്ഞത്. വ്യാഴത്തിന് ഒരു ദിവസത്തെ പൂജയ്ക്കോ ഒരു നേരത്തെ ത്രികാല പൂജയ്ക്കോ ഒരു നേരത്തെ പൂജയ്ക്കോ കൊടുക്കുകയാണെങ്കിൽ വളരെ സുപ്രധാനമായി എന്നുള്ള പറയും. ഒരു മാസത്തിൻ്റെ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ 1-ാം തീയതി തന്നെ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതിയോ ഒരു ത്രികാല പൂജ, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു ത്രികാല പൂജ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പൂജ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമായി എന്നുള്ള പറയുന്നത്. അല്ലാത്ത പക്ഷം അവരവർക്ക് പറ്റാവുന്ന വഴിപാട് എന്തെങ്കിലും ചെയ്യുക. ഒന്നും പറ്റിയില്ലെങ്കിൽ സഹസ്രനാമം അർച്ചനെങ്കിൽ നടത്തി വരിക ആഴ്ചയിൽ. മറ്റത് ചെയ്യണം ഒരു മാസത്തേക്ക് 1 മതി എന്നുള്ള പറയുന്നത്. അതുകൂടാതെ ധാര, ശിവനെങ്കിൽ ധാര, വിളക്ക്, മാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇതും കഴിപ്പിക്കുക. ഇതും കഴിപ്പിച്ച് കഴിഞ്ഞാൽ ദോഷാധിക്യം കുറഞ്ഞു വരും എന്നുള്ള പറയുന്നത്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചെയ്യുക. തൊഴിൽ സംബന്ധമായിട്ട് പകുതിക്ക്, അതായത് ഫെബ്രുവരി 15-ന് ശേഷമേ തൊഴിൽ സംബന്ധമായിട്ടുള്ള കുറേയേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുള്ളൂ എന്നൊരു ചുരുക്കത്തിൽ പറയാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത കുറയാനുള്ള സാധ്യതയുണ്ട്. ഐക്യത കൂട്ടി വരുവാനുള്ള പ്രവർത്തനം നിങ്ങൾ തമ്മിൽ വിചാരിച്ചാൽ നടക്കുള്ളൂ. സന്താനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്ക് തന്നെയാണ്. അതുകാരണം സന്താനങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുവരിക. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. മെഡിക്കൽ സ്റ്റുഡൻറ്റുമാർക്കും മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവ്മാർക്കും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ തൊഴിലല്ല, വളരെ ബിസിനസ്സെല്ലാം വളരെ കുറഞ്ഞിരിക്കുന്നുള്ളതാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കായികപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആപത്തുകളെല്ലാം വരാനുള്ള സാധ്യത, അത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് വീഴ്ചകളിലൂടെ ചിലപ്പോൾ കയ്യോ കാലോ എല്ലാം മുറിയാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ്. വാർദ്ധക്യത്തിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഴാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് ശ്രദ്ധിക്കാമെന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ ഒരു മഹാമൃത്യുഞ്ജയ ഹോമം അമ്പലത്തിൽ നടത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രസാദം വാങ്ങിച്ചൊരു 3-5 ദിവസം കഴിക്കുകയാണെങ്കിൽ ആപത്തിൽ നിന്ന് ഒഴിവാകില്ല. അതായത് കൂടുതൽ വരേണ്ടത് കുറഞ്ഞു വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ എല്ലൊടിയുണ്ടാവണം, വലിയൊടിയില്ല, ചതവേ ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ദോഷം കുറയാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അത് കാരണം അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യുക. മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്തു കഴിഞ്ഞാൽ കുറേയേറെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റുവാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനമാനങ്ങൾ അതായത് സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യത തൊഴിലിൽ നമ്മൾ അപ്രതീക്ഷിതപരമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നാളെ തൊട്ട് വരണ്ട എന്ന് പറയും. അതുപോലെ തന്നെ ചില വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ നിന്നും പിരിച്ചുവിടാനുള്ള സാധ്യത, ഇങ്ങനെയെല്ലാം വരുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥാനഭ്രംശം ഉണ്ടാവും. അതുപോലെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഭവനത്തിൽ നിന്ന് മാറി താമസിക്കാനുള്ള സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ വാടക വീട് അന്വേഷിച്ച് പോകാനുള്ള സാധ്യതയുണ്ടാവും. അങ്ങനെയുള്ള സാധ്യതയുള്ള ഒരു സമയമൊക്കെയാണ് കാണുന്നത്. അത് കാരണം ശ്രദ്ധിക്കുക എന്നുള്ളത് പറയുന്നത്. വാഹന സംബന്ധമായിട്ടും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വാഹനം ഓടിക്കുന്നവർ ഡ്രൈവർമാരായാലും കണ്ടക്ടർമാരായാലും ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ സ്വയം വാഹനം ഓടിക്കുന്നവരാണെങ്കിലും അതും കൈകാര്യം ചെയ്യുന്ന വലിയ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ദൈവാധീനം കൂടെ വേണം എന്നുള്ള പറയുന്നത്. ദൈവാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ദൈവാനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒരു ജ്യോത്സ്യനെ പോയി കാണാനും വേണം. രാശി വെച്ച് വ്യാഴപ്രീതി ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ദൈവാനുഗ്രഹം അറിയുക. അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ കൂടെ പോവുക, തൊഴുതുക, പ്രാർത്ഥിക്കുക, വരിക എന്നുള്ളതൊക്കെ പറയും. ചിലവർ എത്ര തൊഴുതാലും ദൈവാനുഗ്രഹം വരില്ല എന്നുള്ളതുണ്ട്. ചിലപ്പോൾ പ്രത്യേക പരിഹാരങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരും. അതെല്ലാ സമയം ചിലവർ അമ്പലത്തിലേക്ക് പോകാറുണ്ടാവില്ല. ചിലവർക്ക് രാജ്യത്ത് നോക്കിയാൽ ദൈവാനുഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെയാണ് പറയുന്നത്. അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ ഒട്ടും സമയം ഈ മാസം തന്നെ സമയം വളരെ മോക്കാണെന്നുള്ളത് പറയുന്നത്. അത് കാരണം അതും കുറേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നക്ഷത്രപ്രകാരമുള്ള പരിഹാരം മകീര നക്ഷത്രക്കാർക്ക് ഭഗവത് സേവ തന്നെ ചെയ്യുക. തിരുവാതിര നക്ഷത്രക്കാർക്കാണെങ്കിൽ നാഗത്തിങ്കിൽ 100 പാലും അല്ലെങ്കിൽ നാഗപൂജ എന്നിവ തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസം നടത്തുക. പുണർത നക്ഷത്രക്കാർക്കും അതേ
നക്ഷത്രം വരുന്ന ദിവസം ശ്രീരാമനെങ്കിൽ അവിൽ നിവേദ്യം, തുളസിമാല, പാൽപ്പായസം എന്നിവയും ഭാഗ്യസ്വത്തും വഴിപാട് നടത്തി കഴിഞ്ഞാൽ ദോഷാദിത്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യത. നമസ്കാരം.